ഗൈസ്, നിങ്ങൾ പാനിക് ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും അവനും എടുക്കുന്നുണ്ട്. അത് ആദിയുടെ വണ്ടിയാണല്ലോ. വണ്ടി എടുക്കുക. അവന് ഇന്നലത്തെ കണക്കേർക്കാൻ വരണാണ്. വണ്ടി വിട്. ഇന്നലെ രാത്രി എന്താ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല. സച്ചിനെ നീ ഇങ്ങനെ പാനിക് ആവില്ല, ഞാൻ ആദ്യോട് സംസാരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞ് കരയിപ്പിച്ചു വിട്ടില്ല നീ അവനാ. വണ്ടി ഇറക്കണ. ഹലോ ആദി. എന്താ? അവന്മാരിവിടെ കൊലവിളി നടത്തുവാ. നിങ്ങൾ ബഹളം വെക്കാതെ. അവനിതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എനിക്കറിയില്ല അതിനെ. ആണല്ലോ, നിനക്കാണല്ലോ കൂടുതൽ അറിയാവുന്നത്. സച്ചിനത്തെ ഒരുമാതിരി. പിന്നെ നീ അല്ലേടി പറഞ്ഞ ഈ പ്രാന്ത് നിന്റെ ബെസ്റ്റ് ആണ്. അത് കിട്ടാൻ മോനെ ഒരു കൈ അടച്ചെന്നാ പറയുന്ന വടി കറക്കി ജസ്റ്റ് ഒന്ന് അകത്തിട്ടുടൻ ചോദിക്കുന്നു. വേണ്ട, അവന്മാര് പേടിക്കണം. കഴിഞ്ഞ് എന്റെ UK പോക്കൊക്കെ കഴിഞ്ഞ്. അവളുടെ വണ്ടി സൈഡ് ആയി കൊടുക്കണം. അവരെന്താന്ന് വെച്ചാ ചെയ്തിട്ടുണ്ട്. പ്ലീസ്, എന്തിനായേ? കുറച്ചു നേരം മതി. തമ്മടോ എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ UK പോക്കൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അഥവാ മുടങ്ങിയാൽ തന്നെ ഒരു പ്രശ്നമല്ല അത്. പ്രശ്നമല്ലാതാ. പിന്നെ നീ എനിക്ക് ചെലവിന്. ആ, ഞാൻ ചെലവിന് തന്നോളാം. വണ്ടി ഓടിക്കണം. നീ ഹൈദരാബാദ് വിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ചുനാൾ നീ ഇവിടുന്ന് മാറുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നീ എന്ന് ചോദിച്ചില്ലേ നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെന്ന്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടാ. നീ ഇവിടുന്ന് പോയി ഞാൻ മിസ് ചെയ്യതൊക്കെ. എനിക്കത് മിസ് ചെയ്യാൻ താല്പര്യമില്ല. അയ്യോ, അതങ്ങോട്ട് മുഴുവൻ പറയടി. ശരിയാണ്, എന്റെ പാർട്ട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾക്കൊക്കെ ഓപ്പോസിറ്റ് ആണ് നീ. പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ പറയാ, ഐ തിങ്ക് ഐ എം ഫോളോയിങ് ഫോർ യു. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. സച്ചിൻ, ഐ ലവ് യു. കണ്ണാലെ കണ്ണാകെ തൊട്ടപ്പോ തന്നെ